എല്ലാവർക്കും UK എഡ്യൂസോണിൻ്റെ കൊമേഴ്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. +1 അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണത്. ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ. കൊമേഴ്സ് ക്ലാസ്സുകളിൽ മാത്രമാണ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. കൊമേഴ്സ് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഡെഫിനേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഡെഫിനേഷനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ്? എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം, പിന്നീട് ഓർഗനൈസേഷൻ എന്നുള്ളത്, പിന്നീട് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്നുള്ളത്. ഓക്കെ, അതിലെ എക്കണോമിക് ഇവൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇനി അതിലെ രണ്ടാമത്തെ കാര്യമാണ് പറയേണ്ടത്. എന്താണ്? ഡെഫിനേഷൻ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, 10th കഴിഞ്ഞിട്ട് നിങ്ങൾ +1 ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അക്കൗണ്ടിങ് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഏത് കൊമേഴ്സ് റിലേറ്റഡ് സബ്ജക്ട്സിനെ കുറിച്ചിട്ടും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത്. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ? ഐഡൻറ്റിഫിക്കേഷൻ അഥവാ തിരിച്ചറിയുക എന്നുള്ളത്, അല്ലേ? ഐഡൻറ്റിഫിക്കേഷൻ അഥവാ തിരിച്ചറിയുക. എന്താണ് തിരിച്ചറിയേണ്ടത്? അതായത് ഏത് രീതിയിലുള്ള ട്രാൻസാക്ഷൻസാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള ട്രാൻസാക്ഷൻസ്. ഈ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇടപാടുകൾ, അല്ലേ? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപാടുകൾ. ഒരു ബിസിനസ്സിനകത്ത് ഒരുപാട് രീതിയിലുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ടോ? ചെറിയൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരു ചെറിയ ഷോപ്പിനകത്ത് എന്താണ് നടക്കുന്ന ട്രാൻസാക്ഷനും, അതുപോലെ നിങ്ങളൊരു ടൗണിനകത്ത് നടക്കുന്ന ഒരു കുറച്ച് വലിയ ഷോപ്പിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനും, ഒരു വലിയ കമ്പനീസിൽ നടക്കുന്ന ട്രാൻസാക്ഷനും ഒക്കെ എന്താണ്? ട്രാൻസാക്ഷൻ തന്നെ എണ്ണം എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏത് ട്രാൻസാക്ഷനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? ഡിറ്റർമൈനിങ് വാട്ട് ട്രാൻസാക്ഷൻ ടു റെക്കോർഡ്. ഓക്കെ, ഡിറ്റർമൈൻ നിർണ്ണയിക്കുക. വാട്ട് ട്രാൻസാക്ഷൻ, ഏത് രീതിയിലുള്ള ട്രാൻസാക്ഷനാണ് ടു റെക്കോർഡ് ചെയ്യണം എന്നതാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ഇവൻറ്റ് വിച്ച് ആർ ടു ബി റെക്കോർഡഡ്. ഏത് രീതിയിലുള്ള ഇവൻറ്റ്സാണ് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പരമപ്രധാനമെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു കമ്പനീസിനകത്ത് നമ്മളിപ്പം AB ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, ഇപ്പോൾ AB ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീസിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഒരു പുതിയൊരു മാനേജർ അപ്പോയിൻറ്റ് ചെയ്യുന്നു, മനോജ് എന്ന് പറഞ്ഞ പുതിയൊരു മാനേജർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുമോ? പുതിയ മാനേജർ അപ്പോയിൻമെൻറ്റ് ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുമോ? ഇല്ല. ഇനി കമ്പനി ഒരു പുതിയൊരു പോളിസി ഫോം ചെയ്യുന്നു, പുതിയൊരു നയം രൂപീകരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യുമോ? ഇല്ല. ഇനി ആ കമ്പനീസിനകത്തുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു, അതായത് ശമ്പളം കൊടുക്കുന്നു, അത് നമ്മൾ ചെയ്യില്ലേ? ചെയ്യും. ഇനി ആ കമ്പനി നിൽക്കുന്ന ഒരു വാടകയിലാണെങ്കിൽ റെൻറ്റ് അല്ലെങ്കിൽ എന്താണ് വാടക കൊടുക്കുന്നു, അത് നമ്മൾ റെക്കോർഡ് ചെയ്യില്ലേ? റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പം ആ രീതിയിലുള്ള കമ്പനീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് വിച്ച് ആർ കൺസിഡേർഡ് ഇൻ ഫിനാൻഷ്യൽ ക്യാരക്ടേഴ്സിനകത്തുള്ള ഈവൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അല്ലെങ്കിൽ പണത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഈവൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അല്ലാതെ നമ്മൾ റെക്കോർഡ് ചെയ്യും? ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്, തിരിച്ചറിയുക. ഏത് രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇടപാടുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, രേഖപ്പെടുത്തി വെക്കേണ്ടത് എന്ന് തിരിച്ചറിയുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കമ്പനീസിനകത്ത് ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ സെയിലാണെങ്കിൽ റെക്കോർഡ് ചെയ്യില്ലേ? നമ്മൾ ചെയ്യും. സെയിലാണെങ്കിൽ റെക്കോർഡ് ചെയ്യും. ഇനി പർച്ചേസ് ആണെന്ന് ഇരിക്കുക, പർച്ചേസ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യില്ലേ? റെക്കോർഡ് ചെയ്യും.
അപ്പം ആ രീതിയിലുള്ള ട്രാൻസാക്ഷനൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതായത് മോണിറ്ററി ടേംസിനകത്തുള്ള ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്യും. പക്ഷെ എന്ത് റെക്കോർഡ് ചെയ്യില്ല? നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തത് മെഷർമെൻറ്റ്. രണ്ടാമത് എന്താണ്? മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർമെൻറ്റ് അല്ലെങ്കിൽ മെഷർ ചെയ്യുക, കണക്കാക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി അല്ലേ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ടു ഫിനാൻഷ്യൽ ടേംസ്. ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഫിനാൻഷ്യൽ ടേംസ് ബൈ യൂസിങ് മോണിറ്ററി യൂണിറ്റ്സ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷനകത്തുള്ള ഇടപാടുകളെ നമ്മൾക്ക് എന്ത് ചെയ്യണം? പണത്തിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അതിനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്താണ്? മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറിനകത്തുള്ള ട്രാൻസാക്ഷൻ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷനകത്തുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല. പിന്നെ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ? മോണിറ്ററി യൂണിറ്റ്സിലേക്ക് റുപ്പീസ് പൈസയെ മെഷറിംഗ് യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് മെഷർമെൻറ്റ്, അല്ലെങ്കിൽ എന്താണ്? കണക്കാക്കുക, അല്ലെങ്കിൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് സിമ്പിളായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ക്വാണ്ടിഫിക്കേഷൻ. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടത്. നിങ്ങൾ അക്കൗണ്ടൻസി എന്നുള്ള ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ സബ്ജക്റ്റുമായിട്ട് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നോട്ട്സിനകത്തൊന്ന് എഴുതി വെക്കുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുക എന്ന് പറയും അല്ലേ. റെക്കോർഡിംഗ് എന്താണ്? രേഖപ്പെടുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മൾ എക്കണോമിക് ഈവൻറ്റ്സ് ഇന്ന കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് നമ്മൾ എഴുതേണ്ടത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പനി ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ ഇടുകയാണെങ്കിൽ ആ ഒരു ഭാഗം ഇതിനകത്ത് നമ്മൾ വരും. കമ്പനിയുടെ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ സാലറി, ആ കാര്യം വരില്ലേ. റെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം വരില്ലേ. അതുപോലെ തന്നെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം വാങ്ങിക്കുക. അതുപോലെ തന്നെ സെയിൽസ് എന്നുള്ള കാര്യം. അപ്പം ഇങ്ങനെയുള്ള ക്വാണ്ടിഫയബിളായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് പണത്തെ രേഖപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി വെച്ചു. ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് മാത്രം കാര്യമായുണ്ടോ? ഇല്ല. അതിന് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും വേണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നെക്സ്റ്റ് കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ക്രോണോലോജിക്കൽ ഓർഡറിലായിരിക്കണം. ഓക്കെ, ക്രോണോലോജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് 1 by 1 ആയിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് വളരെ ഓർഡറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് ക്രമാനുഗതമായിട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് പറയാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്? ഇനി നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഷോപ്പിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിനടുത്തുള്ള ഒരു ഐസൊക്കെ നിങ്ങൾ വാങ്ങാൻ പോകുന്ന ചെറിയ ഷോപ്പൊന്നും ആയിരിക്കും. അപ്പോൾ ആ ഷോപ്പിനകത്തുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണ്ടേ? ഷോപ്പിലെ മാനേജർ ഷോപ്പിലുള്ള ആൾക്കാർ ഇതൊക്കെ എഴുതി വെക്കണ്ടേ? അപ്പോൾ അത് എഴുതി വെച്ചിട്ടില്ല, ഇങ്ങനെ വാരി വലിച്ചിട്ട് ഒരു പേപ്പറിനകത്ത് അങ്ങോട്ടും എഴുതി വെച്ചാൽ അത് നിങ്ങൾക്കുള്ള ക്ലാരിറ്റി ഉണ്ടാവുമോ? ഇല്ല. അതിന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രോണോളജിക്കലായിട്ട് ഇപ്പോൾ ഇന്ന ആൾക്കാരിന് പൈസ കൊടുക്കാനുണ്ട്, ഇന്ന ആൾക്കാരിന് പൈസ കിട്ടാനുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റൊക്കെ വിളിച്ചിട്ട് നമ്മൾ എഴുതുകയാണെങ്കിലോ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ എത്ര ലാഭം ഉണ്ടായി നഷ്ടം ഉണ്ടായോ ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ. അത്രേ അവിടെ ഉദ്ദേശിക്കുന്നില്ലോ. റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം എന്ന് അവിടെ ഓർത്ത് വെക്കുക. ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള മെഷർ ചെയ്ത് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നു. ആ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? അത് ആശയവിനിമയം നടത്തണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയാം. ഇപ്പോൾ ഒരു കമ്പനിയാണെങ്കിൽ കമ്പനീസിനകത്ത് ഇൻറ്റേർണൽ ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടാവുമായിരിക്കും. ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ടാവും. നമുക്ക് അടുത്ത ഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഇൻറ്റേർണൽ ഉണ്ടാകും, അതുപോലെ തന്നെ എന്തുണ്ടാകും, എക്സ്റ്റേണൽ ആയിട്ടുള്ളതും ഉണ്ടാകും, എക്സ്റ്റേണൽ ആയിട്ടും ഉണ്ടാകും. ഇപ്പോൾ കമ്പനീസിനകത്തുള്ള ആൾക്കാർക്ക് കമ്പനീസ് എത്രയാണ് ലാഭം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്പനി ഏത് രീതിയിലാണ് പോകുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യം ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ ആ കമ്പനീസിനകത്ത് ഇപ്പം ഒരു കമ്പനീസിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപകർക്ക് എന്ത് ഉണ്ടാവും, അവർക്ക് അതിനൊക്കെ കമ്പനിയുടെ പോക്ക് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇനി ഇപ്പം നിങ്ങളുടെ ആരോടും ചോദിക്കുന്നത് ആ കമ്പനി എങ്ങനെയാണ്, നല്ല കമ്പനിയാണോ, എങ്ങനെയാണ് അതിൻ്റെ ലാഭം എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയണമെങ്കിൽ ആ കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണെങ്കിൽ, ഇതാണ് നല്ല ലാഭമുള്ള കമ്പനിയാണ്, നല്ല രീതിയിൽ പോകുന്ന കമ്പനിയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഈ ഇൻഫോർമേഷൻസിന് എന്ത് വേണം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയും. ആ നമുക്ക് റിപ്പോർട്ട്സ് ഒന്നുമില്ല, നമുക്ക് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൻ്റെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓർഗനൈസേഷൻ എന്ന് വേണം പറയാം, അല്ലേ. അതുപോലെ എന്താണ് വീക്കിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മന്ത്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്വാർട്ടർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ എന്താണ് യൂസേഴ്സിന് വേണ്ടിയിട്ട് അത് ഇൻഫോർമേഷൻ കൊടുക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കുക. എന്തൊക്കെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത്, പിന്നീട് മെഷർമെൻറ്റ് എന്നുള്ളത്, പിന്നെ റെക്കോർഡിംഗ് എന്നുള്ളത്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതിന് നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ആ ഡെഫിനിഷനകത്തുള്ള നമ്മൾ 4 തലത്തിൽ നമ്മൾക്ക് ഡെഫിനിഷൻ നമ്മൾക്ക് 4 പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നെക്സ്റ്റ് പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ എന്നാണ്. എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓർഗനൈസേഷൻ. ഓക്കെ, ഇതൊക്കെ വേർഡൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക നിങ്ങൾ. ഇനി ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻ്റർപ്രൈസാണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയാം. ഓക്കെ, അതെന്തായിരിക്കാം, ഒന്നുകിൽ പ്രോഫിറ്റബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർഗനൈസേഷനോ, അല്ലെങ്കിൽ എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എന്തായാലും ബിസിനസ് എൻ്റർപ്രൈസ് ആണെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ, ബിസിനസ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നിങ്ങൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഷോപ്പിൽ ഒറ്റൊരാൾ നടത്തുന്ന ഷോപ്പാണെങ്കിൽ എന്തായിരിക്കും അത്, ഒറ്റൊരാൾ നടത്തുന്ന, അയാൾക്ക് തന്നെ ലാഭം, അയാൾക്ക് തന്നെയാണ് നഷ്ടവും, അയാൾ തന്നെയാണ് സാധനം മേടിക്കുന്നത് ഒക്കെ ചെയ്യുന്ന അയാൾ തന്നെയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ എന്നുള്ളത്. എന്താണ് സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ എന്നുള്ളത്. ഓക്കെ, സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ, സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ, അല്ലെ ഏകാംഗ വ്യാപാരം എന്ന് പറയാം. ഏകാംഗ വ്യാപാരം ഒരാൾ തന്നെയാണ്. അപ്പോൾ 1 മാൻ ഷോ എന്ന് പറയാം, നമുക്ക് 1 മാൻ ഷോ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ഇനി ഇപ്പോൾ അക്കൗണ്ടൻസിൽ മാത്രമല്ല, ഇനി മറ്റ് സബ്ജക്ട്സുകളും ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ എന്ന് പറഞ്ഞാൽ ഏകാംഗ വ്യാപാരം. അവിടെ എല്ലാം ചെയ്യുന്നതാണ്, ഒരാളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അനിൽ എന്ന് പറഞ്ഞ ഒരാൾ, അതുപോലെ തന്നെ ബിനോയ് എന്ന് പറഞ്ഞ മറ്റൊരാൾ, അതുപോലെ തന്നെ സിജു. ഓക്കെ, ഇവർ 3 കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു, അല്ലേ. ഇവരൊക്കെ എന്താണ് പാർട്ട്ണർ എന്നുള്ള, അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ്, അതും തന്നെയാണ് ബിസിനസ് കൺസേൺ, പാർട്ട്ണർഷിപ്പ് എന്നുള്ള. ഓക്കെ, അപ്പോൾ 2 or more പാർട്ട്നേഴ്സ്, ഇവരാണ് എന്ത് ചെയ്യുന്നത്, എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇവർ എന്ത് ചെയ്യുന്നു, ലാഭവും നഷ്ടവും ഇവർ പങ്കുവയ്ക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതാണ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയാം. എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, കണ്ടിട്ടുണ്ടാവില്ലേ, കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഒന്ന് കേട്ടിട്ടെങ്കിൽ ഉണ്ടാവില്ലേ. എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതുപോലെ എന്താണ് കമ്പനികൾ, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇതൊക്കെ, അല്ലെങ്കിൽ മറ്റേ ഇനി അതൊരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഇതൊക്കെയാണ് ഓർഗനൈസേഷൻ എന്നതിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആർക്കൊക്കെയാണ് ഉപകാരം, അല്ലെങ്കിൽ ആർക്കൊക്കെയാണത് ആവശ്യമായ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ നമ്മുടെ യൂസേഴ്സ് ആരൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ പറഞ്ഞു നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് എന്താണ്, ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടൻസി എന്ന് പറയാം. ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടൻസി, ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഓക്കെ, അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഗ്വേജ് ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ
അക്കൗണ്ടൻസിയുടെ ആ ലാംഗ്വേജ് നമുക്ക് ആർക്കൊക്കെ നമുക്ക് കൺവേ ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ യൂസേഴ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ നാളെ ഇൻറ്റേർണൽ എക്സ്റ്റേണലൊക്കെ പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത്ര വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന തിയറി പാർട്സാണ്. തിയറി പാർട്സിന് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേർണൽ ഉണ്ട്. യൂസേഴ്സ് എന്താണ്, ഇൻറ്റേർണൽ ഉണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട്, എക്സ്റ്റേർണൽ യൂസേഴ്സും ഉണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ ഇൻറ്റേർണൽ യൂസേഴ്സിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിങ്ങനെ പറയാം, യൂസേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ബ്രോഡ് ടു കാറ്റഗറീസ്. വൺ ഈസ് ഇൻറ്റേർണൽ യൂസേഴ്സ്, ദെൻ സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റേർണൽ യൂസേഴ്സ്. ഓക്കെ, ഇത് ഇൻറ്റേർണൽ യൂസേഴ്സിനകത്ത് യൂസേഴ്സ് എന്താണ്, ഓർഗനൈസേഷനകത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റേർണലിനകത്ത് വരുന്നതാണ് ഒന്ന് ചീഫ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓഫീസർ എന്താണ്, ഇൻറ്റേർണൽ യൂസേഴ്സാണ്. വൈസ് പ്രസിഡൻറ്റ് ഇൻറ്റേർണൽ യൂസേഴ്സാണ്. അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്. ഓക്കെ, ഷോർട്ടാക്കിയിട്ട് എഴുതുന്നവരുടെ ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, അതുപോലെ തന്നെ പ്ലാന്റ് മാനേജേഴ്സ്, സ്റ്റോർ മാനേജർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരൊക്കെയാണ് ഇൻറ്റേർണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓർഗനൈസേഷനകത്തുള്ള ആൾക്കാർ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ യൂസേഴ്സ് എന്താണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ, അതാണ് എന്ത് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്റ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. എക്സ്റ്റേർണൽ, ഓക്കെ. അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള ആൾക്കാർ അല്ലേ. അപ്പോൾ അതിൽ എന്താണ്, ഇപ്പോൾ ഒരു കമ്പനീസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിക്ഷേപകരുണ്ടെങ്കിൽ ആ നിക്ഷേപകരുടെ വരില്ല ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് വരും. പിന്നീട് ക്രെഡിറ്റേഴ്സ്. അതായത് ഇപ്പോൾ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് 1,00,000 രൂപയാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്. നമ്മുടെ കയ്യിൽ ഒരു 60,000 രൂപയുണ്ട്, 40,000 രൂപ നമ്മൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങിക്കുന്നു. അപ്പോൾ ആ കടം വാങ്ങിക്കുന്ന അപ്പോൾ അവർക്കൊക്കെ നമ്മൾക്ക് നമ്മുടെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടേ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ക്രെഡിറ്റേഴ്സ്. ഒന്നെങ്കിൽ ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് കടം തരുന്ന മറ്റ് ആൾക്കാരായിരിക്കാം. ഇതൊക്കെയാണ് ഇതിൽ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്നത്. ടേംസിനകത്തൊക്കെ പറയാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം താഴെ, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ കേട്ടുപോകൊണ്ട് മാത്രം കാര്യമായില്ല. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. അതിൻ്റെ ഡൗട്ട്സ് നിങ്ങളുടെ എന്ത് ഡൗട്ട്സിനകത്ത് നമ്മൾ ആൻസർ ചെയ്യുന്നതാണ്. നോക്കാം. നെക്സ്റ്റ് ടാക്സ് അതോറിറ്റീസ്. ഇപ്പോൾ ടാക്സ് കൊടുക്കേണ്ട ആൾക്കാർക്ക് ടാക്സ് അതോറിറ്റീസിനകത്ത് നമ്മൾ ഇൻഫോർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ടേ. ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനെയുള്ള ഇപ്പോൾ സെബി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ കമ്പനിയുടെ രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസ് ഇവർക്കൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കമ്പനീസിന് പുറത്തുള്ള ആൾക്കാർക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എക്സ്റ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതാണ് എന്ത് വരുന്നത്, ഇപ്പോൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് ചുരുക്കി പറഞ്ഞാലാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്കിനകത്ത് അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഒരു ക്ലാസ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് 1-2 പ്രാവശ്യം ക്ലാസ് കേട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതോടൊപ്പം തന്നെ നോട്ട്സിനകത്ത് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അത് നോട്ട്സിനകത്ത് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അക്കൗണ്ടിങ് ഇൻഫോർമേഷനകത്തുള്ള ഡെഫിനിഷനകത്ത് വരുന്ന 4 കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഡെഫിനിഷനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് വരുന്ന 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇത് എന്താണ്, നിങ്ങൾ കേൾക്കുമ്പോൾ മൊത്തം തിയറി അല്ലെങ്കിൽ ബിസിനസ് പോലെയുള്ള ഒരു വിഷയമാണ് അക്കൗണ്ടൻസി നിങ്ങൾ ധരിക്കരുത്. കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ്, പിന്നീട് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ്, പിന്നീട് യൂസേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ബിസിനസ് പോലെയുള്ള വിഷയമല്ല അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് തിയറി പാർട്സ് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനും അല്ലെങ്കിൽ ഒരു ലോജിക്കൊന്നും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിയറിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് ഒരു ഭാഗം നിങ്ങൾ വിട്ട് കളയരുത്, കൃത്യമായിട്ട് തന്നെ നിങ്ങളത് പഠിച്ചു വെക്കണം. ഓക്കെ,
കൂടുതൽ ക്ലാസ്സിലൊക്കെ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ കൂടി നിങ്ങളൊന്ന് ക്ലാസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.